പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട്, ഓരോ ചുവടിലും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അവസ്ഥകളും മനോവിചാരവും അറിയുന്ന നാഥൻ കൂടെയുണ്ട്. ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട്, ഓരോ ചുവടിലും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അവസ്ഥകളും മനോവിചാരവും അറിയുന്ന നാഥൻ കൂടെയുണ്ട്. എത്ര സ്നേഹം, എത്ര സ്നേഹം, വർണ്ണിപ്പാൻ അസാധ്യമോ. എത്ര സ്നേഹം, എത്ര സ്നേഹം, വർണ്ണിപ്പാൻ അസാധ്യമോ, വർണ്ണിപ്പാൻ അസാധ്യമോ, വർണ്ണിപ്പാൻ അസാധ്യമോ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2024 മാർച്ച് മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 3-ാമത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയരെ, പ്രഭാതത്തിൽ അതിശക്തമേറിയ വചനമാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന പ്രോമിസാണ്, അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന അനുഗ്രഹങ്ങളാണ് നാം ഈ കേട്ടത്. ഈ 2 വാക്യത്തിനകത്ത് 5 അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നാം വേഗത്തിലൊന്ന് എണ്ണി നോക്കിയാൽ 8ഓളം അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഈ 2 വാക്യങ്ങളിൽ 5 അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. അതിൽ നിന്ന് ഒറ്റ പദം മാത്രം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുക്കുകയാണ്: നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ എത്ര പേർ എൻ്റെ കൂടെ ചോർന്ന് പറയും, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അബ്രഹാം മരിച്ചു എങ്കിലും അബ്രഹാമിനോട് അനുഗ്രഹം പറഞ്ഞ ദൈവം ഇന്നും ജീവിക്കുകയാണ്. അവൻ്റെ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം ഇന്നും അനുഭവിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്ന വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ മത്തായി വംശാവലി അബ്രഹാമിലാണ് തുടങ്ങുന്നത്. തുടങ്ങി യേശു ക്രിസ്തുവിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇതാ അബ്രഹാമിന്റെ വംശാവലി യേശു ക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട് നിൽക്കുന്നത് ആരിലാണ് എന്ന് ചോദിച്ചാൽ, ആ അനുഗ്രഹം മുഴുവൻ വെളിപ്പെട്ട് നിൽക്കുന്നത് നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ യേശുവിലാണ്. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പാപത്തിന്റെ അടിമത്വത്തിൽ കുടുങ്ങിക്കിടന്ന മുഴുവൻ മാനവകുലത്തിനും യേശു ഒരു അനുഗ്രഹമായി തീരുകയാണ്. യേശുവിന്റെ മുകളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക്, എളിയവരോട് സത്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും. 2-ാമത്തെ വാക്യം, യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും. 3-ാമത്തെ വാക്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണന്റെ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യേശുവിൻ്റെ മേലിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹൃദയം തകർന്നിരിക്കുന്ന മുറിവ് കെട്ടുകയും ബദ്ധന്മാരെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. ദുഃഖിതന്മാരെ മുഴുവൻ ആശ്വസിപ്പിക്കുകയും ദുഃഖിതന്മാരുടെ മേലിൽ ആനന്ദ തൈലം പകരുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം യേശു ഒരു അനുഗ്രഹമായിരുന്നു. വാസ്തവത്തിൽ ക്രൂശിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങളിലേക്ക്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ
ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. 14-ാമത്തെ വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെ ശാപത്തെ അവൻ ചുമന്നു. എനിക്കും നിങ്ങൾക്കും പകരമായി യേശു കർത്താവ് ശാപമായി തീർന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലവരും ഈ സമയത്ത് പറയുന്നുണ്ട്, പാസ്റ്റർ, ഞാൻ ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. ജോലി സ്ഥലത്ത് ഞാനൊരു പ്രതികൂലം അനുഭവിക്കുന്നു. എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ ബന്ധുക്കാരുടെ മധ്യത്തിൽ ഞാനൊരു നിന്ദാപാത്രമാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ശാപത്തെ അവൻ അനുഗ്രഹമാക്കി തീർത്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എനിക്കും നിങ്ങൾക്കും അവകാശമാക്കുവാൻ കഴിയും. എത്ര പേർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പറയും, ഞാനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, ഞാൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഞാനൊരു അനുഗ്രഹമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ വീണ്ടും വീണ്ടും ആ വാഗ്ദത്തത്തെ പറഞ്ഞുകൊണ്ട് അവകാശത്തിലേക്ക് വന്നാട്ടെ. നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ എൻ്റെ ഭവനത്തിന്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ കുടുംബത്തിന് ഞാനൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ ആത്മാവിൽ ഞങ്ങൾ അവകാശമാക്കുകയാണ്. ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഞാനായിരിക്കുന്ന മേഖലകളിലെല്ലാം, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ ബന്ധുക്കാരുടെ മധ്യത്തിലെല്ലാം ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഇന്നു മുതൽ ആ വാഗ്ദത്തത്തെ ഞാൻ അവകാശം പറയുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, എന്നെ കാണുന്ന ഓരോ മക്കളും അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.